വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സംസ്ഥാന നിയമസഭയിൽ ഏത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന വ്യക്തിയാണ് കാനത്തിൽ ജമീല? അവര് നവംബർ 29 അന്തരിച്ചു. അപ്പൊ നവംബർ 29 അന്തരിച്ച കാനത്തിൽ ജമീല കേട്ടോ. കാനത്തിൽ ജമീല ചിലപ്പോ ഇവരുടെ പേരായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ അവർ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്? കൊയിലാണ്ടി. ഏത് മണ്ഡലത്തെയാണ്? കൊയിലാണ്ടി. അപ്പോ സംസ്ഥാന നിയമസഭയിൽ കൊയിലാണ്ടി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന കാനത്തിൽ ജമീല നമ്മുടെ 2025 നവംബർ 29 അന്തരിച്ചു എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോ ആരാണ് അന്തരിച്ചതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതായത് സംസ്ഥാന നിയമസഭയിലെ കൊയിലാണ്ടി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന ഏത് വ്യക്തിയാണ് ഈ അടുത്തിടെ മരണപ്പെട്ടത് എന്ന് ചോദിക്കാലോ. അപ്പൊ ആരാണ്? കാനത്തിൽ ജമീലയാണ്. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്ത ചോദ്യം: കേരളത്തിലെ 2026 ജാനുവരി 4, ഈ ജാനുവരി 4 മുതൽ ജാനുവരി 4 ഒരു ദിവസമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചു. ഏതാണ് ആ ദിവസം? രജിസ്ട്രേഷൻ ദിനം. അപ്പൊ 2026 ജാനുവരി 4 കേട്ടോ, രജിസ്ട്രേഷൻ ദിനം. ഈ 2026 മുതൽ ജാനുവരി 4 ഏത് ദിനമാണ്? രജിസ്ട്രേഷൻ ദിനമാണ് എന്ന് ഓർക്കുക. 2026 മുതൽ ജാനുവരി 4 രജിസ്ട്രേഷൻ ദിനമാണ്. സംസ്ഥാന നിയമസഭയില് കാനത്തിൽ ജമീല പ്രതിനിധാനം ചെയ്തിരുന്നത് കൊയിലാണ്ടി മണ്ഡലത്തെയാണ് എന്നും ഓർത്തു വെക്കുക. ക്ലിയർ ആയില്ലേ? ഇനി ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയെ കുറിച്ചാ പറയണേ. 56ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള എവിടെയാ നടക്കുക? അന്താരാഷ്ട്ര ചലച്ചിത്ര മേള ഗോവയിൽ അല്ലേ? അപ്പൊ 56ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയില് നടന്നു അല്ലെ? ചലച്ചിത്രമേള ഗോവയിൽ നടന്നിട്ട് അതിന് ഗോൾഡൻ പീകോക്ക് അവാർഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തു പറയും? സുവർണ മയൂരം അവാർഡ് നേടിയ സിനിമ ഏതാണ്? എന്താണ് സിനിമയുടെ പേര്? സ്കിൻ ഓഫ് യൂത്ത് എന്നാണ് സിനിമയുടെ പേര്. എന്താണ് സിനിമയുടെ പേര്? സ്കിൻ ഓഫ് യൂത്ത്. സ്കിൻ ഓഫ് യൂത്ത് എന്ന് പറയുന്ന ഈ സിനിമ വിയറ്റ്നാമീസ് സിനിമയാണ്. അപ്പൊ വിയറ്റ്നാമീസ് സിനിമയായ സ്കിൻ ഓഫ് യൂത്തിനാണ് 56ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് നേടിയത്. 56ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് നേടിയത് സ്കിൻ ഓഫ് യൂത്ത് എന്ന സിനിമയാണ്, വിയറ്റ്നാമീസ് സിനിമയാണ്. അടുത്ത ചോദ്യം: അതായത് അടുത്തിടെ ഫ്രാൻസിലെ വേഴ്സ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് വേഴ്സ്? ഫ്രാൻസില് ഒരു ലേലം നടക്കാണ്. ഫ്രാൻസിൽ ഒരു ലേലം നടക്കാണ് 23 കോടി രൂപയ്ക്ക്. അപ്പോൾ ആ ലേലത്തില് 23 കോടി രൂപയ്ക്ക് എന്താണ് ഒരു എന്താ പറയാ പെയിന്റിങ് വിറ്റു പോവാണ്. ഏതാണത്? ക്രൂശിതനായ ക്രിസ്തു. ഏതാണ്? ക്രൂശിതനായ ക്രിസ്തു. അത് വരച്ച ചിത്രകാരൻ ആര് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പീറ്റർ പോൾ റൂബൻസ്. അദ്ദേഹത്തിന്റെ പേര് ഇതാണ്, പീറ്റർ പോൾ റൂബൻസ് ആണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഫ്രാൻസില് ഈ അടുത്ത് ഒരു ലേല വിൽപ്പന നടന്നു. 23 കോടി രൂപയ്ക്കാണ് ലേലം പോയത്. ക്രൂശിതനായ ക്രിസ്തു, ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്, ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുന്ന ചിത്രമാണ് 23 കോടി രൂപയ്ക്ക് വിറ്റുപോയത്. അത് വരച്ച ചിത്രകാരന്റെ പേര് പീറ്റർ പോൾ റൂബൻസ് എന്നാണ്. ഇനി നമ്മുടെ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾക്കൊള്ളുന്ന സമുച്ചയത്തിന് നൽകിയിരിക്കുന്ന പേര് എന്ത് എന്ന് ഓർത്തു വെക്കുക. സേവാ തീർത്ഥാണ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമുച്ചയം ഉൾക്കൊള്ളുന്ന ഓഫീസ് ഉൾക്കൊള്ളുന്ന ആ ഒരു കെട്ടിടത്തിന് എന്ത് പേരാണ്? സേവാ തീർത്ത്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന കെട്ടിടത്തിന് നൽകിയിരിക്കുന്ന പേര് സേവാ തീർത്ത് എന്നാണ്. ഫ്രാൻസിൽ 23 കോടി രൂപയ്ക്ക് വിറ്റുപോയ ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുന്ന ചിത്രം വരച്ച ചിത്രകാരൻ പീറ്റർ പോൾ റൂബൻസ് ആണ്.
56-ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗോൾഡൻ പീക്കോക്ക് അഥവാ സുവർണ മയൂരം നേടിയ സിനിമ സ്കിൻ ഓഫ് യൂത്ത് ആണ്. അത് വിയറ്റ്നാമീസ് സിനിമയാണ്. 2024 ജാനുവരി 4 മുതൽ ജനുവരി 4 ഏത് ദിനമായി ആചരിക്കാനാണ് കേരള ഗവൺമെന്റ് തീരുമാനിച്ചത്? രജിസ്ട്രേഷൻ ദിനമാണ്. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ നവംബർ 29 സംസ്ഥാന നിയമസഭയില് കൊയിലാണ്ടി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന വ്യക്തി അന്തരിച്ചു. ആരാണ് അവര്? കാനത്തിൽ ജമീലയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം ഡിസംബർ മാസത്തിൽ നമ്മൾ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണിത്. ലോക ഭിന്നശേഷി ദിനം. ലോക ഭിന്നശേഷി ദിനം ഡിസംബറിലാണ്. എന്നാണ് ലോക ഭിന്നശേഷി ദിനം എന്ന് ഓർക്കൂ. ഡിസംബർ 3 ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമാണ്. ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3. ലോക ഭിന്നശേഷി ദിനം എന്ന് പറയുന്നത് എന്താണ്? ഡിസംബർ 3 ആണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. ഒരു ചുഴലിക്കാറ്റിന്റെ പേരാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. ശ്രദ്ധിക്കുക, ചുഴലിക്കാറ്റിന്റെ പേര് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ചത് എവിടെയാണ്? ശ്രീലങ്കയിലാണ്. അപ്പൊ ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യയുടെ വ്യോമസേന ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? സാഗർ ബന്ധു എന്നാണ്. എന്താണ് ഓപ്പറേഷന്റെ പേര്? സാഗർ ബന്ധു. ക്ലിയർ ആയോ? അപ്പൊ ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷന്റെ പേര് സാഗർ ബന്ധു എന്നാണ്. എന്താണ് ഓപ്പറേഷന്റെ പേര്? സാഗർ ബന്ധു എന്നാണ് ഓപ്പറേഷന്റെ പേര്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനപതി കേട്ടോ. ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനപതിയും നയതന്ത്രജ്ഞനുമായ വ്യക്തി. ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനപതിയാണ്, നയതന്ത്രജ്ഞനാണ്. അദ്ദേഹം ഈ അടുത്തിടെ ഡോക്ടറുടെ സഹായത്തോടെ മരണം കൈവരിച്ചു. ആരുടെ സഹായത്തോടുകൂടി? ഡോക്ടറുടെ സഹായത്തോടുകൂടി മരണം കൈവരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം അസിസ്റ്റഡ് യൂത്തനേഷ്യ, അതായത് ഇപ്പോ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ നിയമവിധേയമായിട്ടുള്ള അസിസ്റ്റഡ് യൂത്തനേഷ്യ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലൂടെയാണ് അദ്ദേഹം മരണം തിരഞ്ഞെടുത്തത്. അപ്പോ മറവി രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു മരണം സ്വീകരിച്ചത്. ആരാണ് അദ്ദേഹം എന്നാണ് അറിയേണ്ടത്. ഡേവിഡ് മലോൺ ആണ്. ആരാണ്? ഡേവിഡ് മലോൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ 71കാരനായ ഡേവിഡ് മലോൺ ഈ അടുത്ത കാലത്ത് വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനപതിയാണ്, അതുപോലെ തന്നെ നയതന്ത്രജ്ഞനാണ്. അദ്ദേഹം ഡോക്ടറുടെ സഹായത്തോടുകൂടി മരണം കൈവരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് മലോൺ. അപ്പൊ അസിസ്റ്റഡ് യൂത്തനേഷ്യ അല്ലെ, ഡേവിഡ് മലോൺ ആണ് അസിസ്റ്റഡ് യൂത്തനേഷ്യയിലൂടെ മരണം തിരഞ്ഞെടുത്തത്. ആരാണ്? ഡേവിഡ് മലോൺ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്തത് യുദ്ധവിമാന സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഹൈ സ്പീഡ് റോക്കറ്റ് ടെസ്റ്റ്. എന്താണ്? ഹൈ സ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യുദ്ധവിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഹൈ സ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണ്? DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വിജയകരമായി എവിടെ പരീക്ഷിച്ചു? ചണ്ഡീഗഡിലാണ് പരീക്ഷിച്ചത്. അപ്പോ എന്താ നമ്മൾ പഠിച്ചത്? യുദ്ധവിമാന സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഹൈ സ്പീഡ് റോക്കറ്റ് ടെസ്റ്റ്. യുദ്ധവിമാന സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഹൈ സ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. എവിടെയാണ് പരീക്ഷിച്ചത്? ചണ്ഡീഗഡിലാണ് എന്ന് ഓർത്തു വയ്ക്കാട്ടോ. ഇനി അടുത്തത് രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയുടെ പുതിയ പേര്. അപ്പൊ ഗവർണറുടെ ഔദ്യോഗിക വസതി, നമ്മുടെ ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതി എന്തായിരുന്നു? രാജ്ഭവൻ എന്നുള്ള പേരിലല്ലേ അറിയപ്പെട്ടിരുന്നേ? രാജ്ഭവൻ. അത് ഇപ്പോ എന്തായി? ജനങ്ങളുടെ ഭവനം എന്നായി. എന്തായി? ജനങ്ങളുടെ ഭവനം.
ജനങ്ങളുടെ ഭവനം എന്നുള്ള പേരിൽ ഇത് മലയാളത്തിൽ അറിയപ്പെടുന്നതാണ് ലോക് ഭവൻ എന്നായി. എന്താണ് ലോക് ഭവൻ? ലോക് ഭവൻ അഥവാ ജനങ്ങളുടെ ഭവനം എന്ന ഇപ്പോ എന്തറിയപ്പെടുന്നു? ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3 ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വളരെ നാശം വിതച്ചപ്പോൾ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ആണ് സാഗർ ബന്ധു. അല്ലെ, കനേഡിയൻ സ്ഥാനപതിയും അതുപോലെ നയതന്ത്രജ്ഞൻ, ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനപതിയും നയതന്ത്രജ്ഞനുമായിട്ടുള്ള വ്യക്തി അസിസ്റ്റഡ് യൂത്തനേഷ്യയിലൂടെ മരണം എന്താ പറയാ സ്വീകരിച്ചു, തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് മലോൺ ആണ്. ഹൈസ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഹൈസ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് യുദ്ധവിമാന സുരക്ഷ ഉറപ്പുവരുത്താനുള്ളത്. അത് ആരാണ് പരീക്ഷിച്ചത്? DRDO. എവിടെയാണ് പരീക്ഷിച്ചത്? ചണ്ഡീഗഡിലാണ്. അപ്പൊ ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേരായിരുന്ന രാജ്ഭവൻ മാറി ഇപ്പൊ പുതിയ പേര് വന്നു. എന്താണ്? ലോക് ഭവൻ അഥവാ ജനങ്ങളുടെ ഭവനം എന്ന പുതിയ പേരിൽ അറിയപ്പെടുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഡെങ്കിപ്പനി. നമുക്കറിയാം ഡെങ്കു വാക്സിൻ എന്താണ്? നമ്മുടെ കൊതുക് വഴി പടരുന്ന വളരെ ഭയങ്കരനായിട്ടുള്ള ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. അല്ലെ, ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാനുള്ള ലോകത്തിലെ ആദ്യത്തെ ഒറ്റ ഡോസ് വാക്സിൻ, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒറ്റ ഡോസ് വാക്സിൻ ആര് അംഗീകാരം നൽകി? നമ്മുടെ ബ്രസീൽ അംഗീകാരം നൽകി. ബ്രസീലില് 12 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് ഇത് കൊടുക്കാം എന്ന അംഗീകാരം നൽകിയാണ് ബ്രസീല്. അതിന്റെ പേര് എന്താണ്? ബുട്ടൻറ്റൻ. എന്താണ്? ഡെങ്കു വാക്സിൻ എന്നാണ് അതിന്റെ പേര്. എന്താണ്? ബുട്ടൻറ്റൻ. ബുട്ടൻറ്റൻ ഡെങ്കു വാക്സിൻ. ബുട്ടൻറ്റൻ ഡെങ്കു വാക്സിൻ എന്നാണ് അതിന്റെ പേര്. ബുട്ടൻറ്റൻ ഡെങ്കു വാക്സിൻ എന്നാണ് അതിന്റെ പേര്. ക്ലിയർ ആയില്ലേ? അപ്പൊ ബുട്ടൻറ്റൻ ഡെങ്കു വാക്സിൻ 12 വയസ്സ് തൊട്ട് 59 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഒറ്റ ഡോസ് വാക്സിന് അനുമതി നൽകിയ ആര്? ബ്രസീൽ കേട്ടോ. അപ്പൊ അതാണ് കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഒറ്റ ഡോസ് വാക്സിന്റെ പേരാണ് ബുട്ടൻറ്റൻ ഡെങ്കു വാക്സിൻ എന്ന് ഓർത്തു വയ്ക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ്. ഇനി 2025 നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതിനെയാണ്? ഗാസിപൂർ പോലീസ് സ്റ്റേഷനെയാണ്. ഗാസിപൂർ ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനാണ്. ഗാസിപൂർ എവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്? ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനായ ഗാസിപൂർ ആണ് 2025 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഗാസിപൂർ, ഡൽഹിയിലെ കേട്ടോ. ഏതാണ്? ഗാസിപൂർ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇന്ത്യയിൽ 23-ാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടന്നു. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഡൽഹിയിലാണ്. 23-ാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഡൽഹിയിൽ. 23-ാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് എന്ന് ചോദിച്ച എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി അടുത്തത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ പേര് ആന്റണി ആൽബനീസ് ആണ്. ആന്റണി ആൽബനീസ് ആണ്. ഇനിയിപ്പോ എന്താ ടീച്ചറെ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പേര് ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓസ്ട്രേലിയയില് പദവിയിലിരിക്കെ വിവാഹിതനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ആന്റണി ആൽബനീസ്. 62കാരനാണ് ഇദ്ദേഹം. 62 വയസ്സിലെ ആന്റണി ആൽബനീസ് 42കാരിയായ ജോഡി ഹൈഡനെയാണ് വിവാഹം കഴിച്ചത്. അപ്പൊ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ആന്റണി ആൽബനീസ്. ഓസ്ട്രേലിയയിൽ പദവിയിലിരിക്കെ വിവാഹം നടക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന പദവി ആർക്കാണ് കിട്ടിയത്? ആന്റണി ആൽബനീസിനാണ് കിട്ടിയത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കുർണൂലാണ്. എവിടെയാണ്? കുർണൂലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കുർണൂൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ. എവിടെയാണ് കുർണൂൽ? ആന്ധ്രാപ്രദേശിലാണ്. ഇനിയിപ്പോ ഡിസംബർ
മാസമാണ് അത്. ഡിസംബറിലെയാണ് ഇത് നമ്മൾ പറയണത്. അപ്പോൾ ഡിസംബർ 1 എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ നേരത്തെ ഡിസംബർ 3 പറഞ്ഞു, ലോക ഭിന്നശേഷി ദിനം. ഡിസംബർ 1 എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ലോക എയ്ഡ്സ് ദിനമാണ്. എയ്ഡ്സ് ദിനമാണ് ഇത് ഡിസംബർ 1 എന്ന് പറയുന്നത്. അപ്പൊ ഡെങ്കിപ്പനിക്കുള്ള ഓർത്തഡോക്സ് വാക്സിനായ ബുട്ടൻഡൻ ഡെങ്കു വാക്സിൻ ആരാ 12 വയസ്സ് തൊട്ട് 59 വയസ്സ് വരെയുള്ളവർക്ക് കൊടുക്കാമെന്ന് അനുമതി നൽകിയത്? ബ്രസീൽ അല്ലെ. 2025 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഡൽഹിയിലെ ഗാസിപൂരാണ്. 23ാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഡൽഹിയിലാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണ് ഇപ്പോൾ? ആന്റണി ആൽബനീസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി എവിടെയാ തുടങ്ങി? ആന്ധ്രാപ്രദേശിലെ കുർണൂലാണ്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ഡിസംബർ 3 ലോക എന്താന്നാ പറഞ്ഞത്? ഭിന്നശേഷി ദിനമാണ് അല്ലെ. ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അല്ലെ, ഡിസംബർ 3. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഭംഗിയായിട്ട് പഠിക്കുക. നമ്മൾ ഇനി കുറച്ച് സയൻസും കൂടെ കഴിഞ്ഞാൽ പിന്നെ മാത്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ മാത്സിലേക്ക് കിടക്കും. അതിന്റെ ഒപ്പം തന്നെ SCRTയും കൂടെ നമ്മൾ തുടങ്ങും 100 ദിവസം ആകുമ്പോഴേക്കും. ഏകദേശം നമ്മൾ 100 ദിവസം ആവാൻ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ മാത്സ് ഇനി അടുത്തത് മാത്സ് ക്ലാസ്സുകളായിരിക്കും കുറേ അധികം ഉണ്ടാവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.